അല്ല അല്ല അത് ഏത് സാഹചര്യത്തിലാണോ വിളമ്പാൻ തയ്യാറായത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടി അന്വേഷിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ഇത് അദ്ദേഹത്തിന് വേഗത്തിൽ പോകണം, മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേഗത്തിൽ അവിടെ നിന്ന് പോകണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഇത് നടന്നത്. അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മറ്റും ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഓരോരുത്തരെയും കുറിച്ച് പറയുവാൻ വേണ്ടിയല്ല, പക്ഷെ ഞങ്ങളല്ല ഇതിന് ആക്ഷേപം പറഞ്ഞത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടുത്തെ തന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ എന്നോട് ഉന്നയിക്കുന്നതിനേക്കാൾ ഉപരിയായി തന്ത്രിയോട് ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അവിടെ നിന്ന് വേഗത്തിൽ പോകണമെന്നുള്ളത് കാര്യം അദ്ദേഹം അറിയിച്ചു, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നാണ് അറിഞ്ഞത്. എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞത് എന്താ, ആചാര ലംഘനം നടത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒന്നെടുത്ത് ആവർത്തിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സാഹചര്യം എന്താണ്? സാധാരണയായി ആ ദേവസ്വത്തിലെ ജീവനക്കാർക്കെല്ലാം വർഷങ്ങളായി നടന്നു വരുന്ന ആചാരം അറിയാവുന്നതല്ലേ? അന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പായി അവിടെ സദ്യ വിളമ്പാൻ ഇടയായ സാഹചര്യം ആര് പറഞ്ഞിട്ടായിരിക്കും? അതാണ് കൺവീനർ ഇവിടെ സൂചിപ്പിച്ചത്. മന്ത്രിക്ക് അത്യാവശ്യമായി പോകേണ്ടത് വന്നതുകൊണ്ട് അല്ല, അപ്പൊ അത് മന്ത്രി ആ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, എനിക്ക് വേഗം പോകണം എന്നുള്ളത് കൊണ്ട് അവിടെ പോയിരുന്നു. കാര്യങ്ങൾ അത്ര നടന്നിട്ടുള്ളൂ. പക്ഷെ തന്ത്രിയാ പറഞ്ഞിരിക്കുന്നത് ആചാര അനുഷ്ഠാന ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനല്ല പറഞ്ഞത്, കൺവീനർ എന്നുള്ള നിലയിൽ ഞാനല്ല പറഞ്ഞത്, അവിടുത്തെ തന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് അന്വേഷിക്കാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ അന്നേ അവിടെ അയ്യപ്പ സംഗമത്തിന് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച്, ശബരിമലയെക്കുറിച്ച്, ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് എന്തെങ്കിലും ബോധ്യമുള്ള ഒരാളാണോ അവിടെ? ഞങ്ങളൊക്കെ ഇത്തരത്തിൽ ഒരു കാര്യത്തിന് പോയാൽ ഈശ്വരഭക്തിയോടുകൂടി പോകുന്നവരാണ്. ഈശ്വരഭക്തിയോടുകൂടി, അല്ല വെറുതെ പോയി ആള് കാണിക്കാൻ വേണ്ടി പോയി അവിടെ മുസ്ലിം ചുരുട്ടി പിടിച്ച് ഇംഗ്ലാവ് സിദ്ധാവ് വിളിക്കുന്നത് പോലെ വിളിക്കാൻ വേണ്ടി പോകുന്നവരല്ല. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക. അല്ല, ഞങ്ങൾക്ക് അതിനകത്തൊരു തർക്കമില്ലല്ലോ. BJP നേതാക്കന്മാരും CPM തമ്മിൽ ഒരു കൂട്ടുകെട്ടാണ് എന്ന് ഞങ്ങൾ പലവട്ടം ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും മന്ത്രിയോടൊപ്പം BJP നേതാക്കന്മാരും BJPയും ഒക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ സ്വാഭാവികമായും ഓരോ കാര്യങ്ങളും അതാത് സമയത്തുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്ന് കാണാൻ വഴിയില്ല. ഒരു കാര്യം കൂടി പറയാം, എൻ്റെ ജില്ല ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അല്ല ഞാൻ ഒന്ന് അത് തന്നെ ചോദിച്ചു. അതെ അതാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചതിന് മറുപടിയായി ഞാൻ പറയാൻ വന്നത് അതാണ്. നവീൻ ബാബു മരണപ്പെട്ടിട്ട് 1 വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി ലഭ്യമായിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബവും പറയുന്നത് ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നവീൻ ബാബുവിൻ്റെ വേർപാടിന് ശേഷം 1 വർഷം തികയാണ്. ഇന്നും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. അത് നീതി ലഭ്യമാകുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണം വേണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തത്
അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല CBIക്ക് വിടേണ്ടതായിട്ടില്ല എന്ന് തീരുമാനമാണ് എടുത്തത്. അവരുടെ ടെലിഫോൺ കോളുകൾ പരിശോധിക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടുവെങ്കിലും നാളിതുവരെയും അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല. അപ്പോൾ അവർക്ക് നീതി കിട്ടുന്നില്ല. അവർക്കെന്ന് മാത്രമല്ല, കേരളത്തിലെ ഇതുപോലെയുള്ള നിരവധി ആളുകൾക്ക് നീതി കിട്ടാതെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ഞങ്ങളത് തുറന്നു കാണിക്കും, ഞങ്ങളത് പറയും. ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ വിഷയം ഉന്നയിച്ച് ഞങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നവരാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അല്ല, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയുകയാണ്. ആ നിലപാടുകളാണ് ഇപ്പോൾ പറയുന്നത്. ഈ വിഷയങ്ങൾ ഞങ്ങൾ പറയാതിരുന്നാൽ ആര് അവർക്ക് വേണ്ടി പറയും? ഞങ്ങളത് കാര്യങ്ങൾ പറയണം. ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ ചുമതലയാണ്. അത് മാത്രമല്ല, ഈ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി ഞാൻ കോന്നി നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ വോട്ടറായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും മറ്റും പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്. അവർ CPMുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ആ പ്രദേശവുമായി കൂടുതൽ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നേരത്തെ ഇതിലൊന്നും പ്രയാണയാത്രയും മേഘയാത്രയും കണ്ടില്ല. അപ്പൊ ഇതിലാണ് വള്ളസദ്യയിലും ഈ ശബരിമല ആഗോള സംഗമത്തിന് ശേഷമാണ് ഈ പ്രയാണയാത്രയും മേഘയാത്രയും തുടങ്ങിയത്. അപ്പൊ മുൻഗണനാക്രമം മാറിയുന്നതാണ്. ഒരു മുൻഗണനാക്രമവും മാറിയിട്ടില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ മുൻഗണനാക്രമം ഇപ്പോൾ ഇത് തന്നെയാണ്. നിങ്ങളതിന് വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന്. ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ജനങ്ങളുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളോട് സഹകരിച്ചാൽ മതി. നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് ജനങ്ങളൊന്ന് അറിയട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഉണർവ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സംശയം വേണ്ട. വിശ്വാസവും ആചാരങ്ങളൊക്കെയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ശബരിമല സന്ദർശനമായിട്ട് അപ്പം അദ്ദേഹം അവിടുത്തെ ഗോർഖ ജീപ്പിൽ ആണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുകയാണെന്നുള്ളതാണ് വിവരം കിട്ടിയത്. മുമ്പ് അജിത് കുമാർ ജീപ്പ് കയറിയപ്പോൾ വലിയ വിഷയമായതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ട്. കാരണം ശബരിമല ആചാരപ്രകാരം ഒന്നുകിൽ ഡോളിയിൽ വയ്യാത്ത ആളുകളെ ഡോളിയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നടന്നു മല കയറണം എന്നാണ് ദർശനത്തിന് പോവുകയാണെങ്കിൽ. അപ്പം ആ സ്ഥിതിയിൽ രാഷ്ട്രപതിക്ക് ഇപ്പം ദ്രൗപദി മുർമു എന്നൊരു ബഹുമാനോട് രാഷ്ട്രപതി വരുമ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരു ആചാരലംഘനം ആവില്ലേ? അല്ല, അതെ, അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ഞാനതിന് മറുപടി പറയുന്നില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി എന്നുള്ള നിലയിൽ അവർ അവിടെ സന്ദർശിക്കുന്ന അവസരത്തിൽ അവർക്ക് എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പിന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന വാർത്തകൾ മാത്രമേ നമുക്കറിയുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായി അറിയില്ല എന്നുള്ളതുകൊണ്ട് അതിനെ ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ പിന്നെ അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണോ ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും നോക്കേണ്ടതായിട്ടുണ്ട്. അത് സമ്മതിച്ചു. അതാണല്ലോ അജിത് കുമാറിന്റെ ഏതോ ഒരു വിഷയം ഉണ്ടായില്ലേ? അല്ലേ, അജിത് കുമാറിനില്ലേ? ദർശനം നടത്തിയുള്ള കേസിൽ ഹൈക്കോടതി ഭയങ്കര ശക്തമായിട്ട് പ്രതികരിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ അങ്ങനത്തെ യാതൊരു തരം വേർതിരിവുകൾ കാണരുത്, വിവിഐപികളില്ല ദൈവത്തിന്റെ മുമ്പിൽ. അവിടെ എല്ലാവർക്കും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നായിരിക്കണം. അല്ല, നമുക്ക് അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് പുറത്തു കൊണ്ടുവരാമെന്ന്. അതാണല്ലോ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. നമുക്കതൊക്കെ പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾ അറിയട്ടെ.